ഇന്ന് നമുക്ക് ഒനിയൻ എഗ്ഗ് പക്കോട ഉണ്ടാക്കിയാലോ? പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിവടയുടെ ഉള്ളിൽ മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു സംഭവം, അതാണ് ഈ സംഭവം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാം. മുട്ട പുഴുങ്ങി വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് എന്തായാലും ആവും. ആ സമയം മതി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാൻ. മാവ് തയ്യാറാക്കുമ്പോൾ ഉള്ളിവട ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഉള്ളിയും ഇഞ്ചിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്ക് കൂടി കഴിക്കാനുള്ളതായതുകൊണ്ട് പച്ചമുളക് കൂടെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മുറിച്ചെടുത്ത ഉള്ളി ഇഞ്ചി മിക്സിലേക്ക് കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉള്ളിയിൽ തന്നെ ആവശ്യത്തിന് അധികം വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. മാവ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ട പൊളിക്കാനുള്ള ഏറ്റവും നല്ല ട്രിക്ക് ഈ സ്പൂൺ വെച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പം പൊളിച്ച് കിട്ടും. ഇനി ഇത് മാവിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മുട്ടയെ 2 or 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്, കാരണം ഞാൻ അത്ര മാവേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ട കഷ്ണങ്ങൾ ഈ മാവ് വെച്ച് പൊതിഞ്ഞെടുക്കാം. മാവ് അധികം ലൂസായി കഴിഞ്ഞാൽ പൊതിഞ്ഞെടുക്കാൻ പ്രയാസമാവും കേട്ടോ. അതുകൊണ്ട് മാവ് ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്നേ. മാവിൽ പൊതിഞ്ഞ മുട്ടയെ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഉള്ളി നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒനിയൻ എഗ്ഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.